പ്രഭുവിനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ പീറ്റർ പാർക്കറും ഗ്രെഗ് ഹഡ്സണും തമ്മിൽ നോക്കി. ഭീകര കഥകൾക്ക് കുപ്രസിദ്ധി നേടിയ പ്രദേശം, പാതിരാത്രി, നിൽക്കുന്ന സ്ഥലമോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെമിത്തേരി. ഇല്ല, ഞങ്ങൾ വരില്ല, ക്ഷണത്തിന് നന്ദി. പീറ്റർ പാർക്കർ പറഞ്ഞത് കേട്ട് പ്രഭുവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. കടും ചുവപ്പുള്ള ചുണ്ടുകൾ വികൃതമായ ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാധാരണയിലധികം കൂർത്ത പല്ലുകൾ അവർ കണ്ടു. പ്രഭു പറഞ്ഞു, എൻ്റെ നാട്ടിൽ എന്നെ ധിക്കരിക്കുന്നോ? ബ്ലാക്ക് സീ മുതൽ അഡ്രിയാറ്റിക് കടൽ വരെയും ബാൽക്കൺ മുതൽ ബൊഹീമിയ വരെയുമുള്ള രാജാക്കന്മാർ ഞങ്ങളുടെ വംശവുമായി ബന്ധമുള്ളവരാണ്. ഇവിടങ്ങളിലെ ജനങ്ങൾ ഞങ്ങളെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ധിക്കരിച്ചിട്ടുള്ളവർ അടുത്ത സൂര്യോദയം കണ്ടിട്ടുമില്ല. കീശയിലെ കൈത്തോക്കിനെക്കുറിച്ച് ഗ്രെഗ് ഹഡ്സൺ വീണ്ടും ഓർമ്മിച്ചു. പ്രഭുവിൻ്റെ ശക്തിക്ക് മുമ്പിൽ അത് ഉപയോഗശൂന്യമായി പോകുമോ എന്നയാൾ ഭയന്നു. അപ്പോൾ പ്രഭു വീണ്ടും മുരണ്ടു. ഭീരുക്കൾ, നിങ്ങൾക്കെന്നെ ഭയമാണെങ്കിൽ വരേണ്ട. പക്ഷേ ഈ കല്ലറകൾ, എൻ്റെ പൂർവികരുടെ ഈ വിശ്രമ സങ്കേതം അശുദ്ധമാക്കാതെ ഈ നിമിഷം പുറത്തു പോകണം. ഞാൻ മടങ്ങുകയാണ്. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഇവിടം വിട്ടിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും വരും. അത് പറഞ്ഞു തീരും മുമ്പ് പ്രഭു താൻ തേടി വന്ന കാട്ടുപന്നിയെ തൂക്കിയെടുത്ത് കുതിരപ്പുറത്ത് കിടത്തി. കുന്തം കയ്യിലെടുത്തു. കുതിരപ്പുറത്ത് ചാടി കയറി. എന്നിട്ട് താഴ്വരയുടെ വിജനതയിലൂടെ കുതിരയെ ഓടിച്ചു പോയി. കുതിരക്കുളമ്പുകളുടെ ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ. ഗ്രെഗ് ഹഡ്സൺ അത്ഭുതപ്പെട്ടു. അപ്പോൾ പീറ്റർ പാർക്കർ പറഞ്ഞു, നനഞ്ഞ മണ്ണിൽ കുളമ്പു പതിഞ്ഞാൽ ചെറിയ ശബ്ദമേ ഉണ്ടാവൂ. എന്തായാലും ഒരു കൊടുങ്കാറ്റ് അവസാനിച്ച പോലെ തോന്നുന്നു. അവസാനിച്ചു എന്ന് തോന്നുന്നില്ല. അയാൾ വീണ്ടും വരുമെന്നല്ലേ പറഞ്ഞത്? അതിനു മുമ്പ് സ്ഥലം വിടുന്നതാണ് ബുദ്ധി. പീറ്റർ പാർക്കർ പറഞ്ഞത് കേട്ട് ഗ്രെഗ് സഹതാപത്തോടെ സുഹൃത്തിനെ നോക്കി. ഇംഗ്ലണ്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോഴത്തെ ആവേശം ഇപ്പോൾ ആ മുഖത്ത് കാണാനില്ല. ഇവിടേക്ക് യാത്ര പുറപ്പെടരുതെന്ന് താക്കീത് നൽകിയ ഹോട്ടൽ മാനേജർ ഹെർമൻ, വണ്ടിക്കാരൻ ലാറിയൻ, ഇവരുടെയൊക്കെ മുഖങ്ങൾ അയാൾക്ക് ഓർമ്മ വന്നു. പ്രഭുവിൻ്റെ കൂർത്ത പല്ലുകളും. ചങ്ങാതി വരൂ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഇനി ഇവിടെ നിൽക്കാൻ എനിക്കാവില്ല. ലഗേജ് കയ്യിലെടുത്ത് പീറ്റർ പാർക്കർ പറഞ്ഞു. അപ്പോൾ അയാൾക്കൊപ്പം പടിയിറങ്ങിക്കൊണ്ട് ഗ്രെഗ് ഹഡ്സൺ ചോദിച്ചു, പാതിരാവിൽ ഈ കൊടുന്തണുപ്പിൽ നാം എങ്ങോട്ട് പോകും? എനിക്കതിന് മറുപടിയില്ല ചങ്ങാതി. പക്ഷേ എങ്ങോട്ടെങ്കിലും പോയേ തീരൂ. ഒരുപക്ഷെ മഞ്ഞിൽ മരവിച്ച് മരിക്കുമായിരിക്കാം. അവർ ഒന്നിച്ച് താഴ്വരയിലെ വീതി കുറഞ്ഞ ഇടുങ്ങിയ പാതയിലൂടെ മുമ്പോട്ട് നടന്നു. ഈ നിമിഷം വരെ ജീവിച്ചിരുന്നത് ഭാഗ്യമെന്ന് ഗ്രെഗ് ഹഡ്സണ് തോന്നി. അകലെ അകലെ ഇംഗ്ലണ്ടിൽ കാത്തിരിക്കുന്ന സുഹൃത്തുക്കളെയും അയർലൻഡിലുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അയാൾ ഓർമ്മിച്ചു. അവർക്ക് അഭയം നൽകിയ കൗണ്ടർ സ്റ്റെഫിനോ ഡ്രാക്കുളയുടെ കല്ലറ അകലെയായി. അതിനു ചുറ്റും കറുത്ത പൊട്ടുകൾ പോലെ മറ്റു കല്ലറകളും കാണപ്പെട്ടു. തകർന്നടിഞ്ഞ പ്രാചീന ഭവനങ്ങളും അവർ കണ്ടു. ചന്ദ്രൻ ആകാശത്തിൻ്റെ 3/4 പകുതിയും കടന്ന് പടിഞ്ഞാറോട്ട് ചായുകയാണ്. ഏറിയാൽ 2.5 മണിക്കൂർ. അത് കഴിഞ്ഞാൽ നിലാവസ്തമിക്കും. അതോടെ താഴ്വര ഇരുളിലാവും. തണുപ്പ് കൂടുകയും ചെയ്യും. നോക്കൂ, നമുക്ക് ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ വിശ്രമിക്കാം. അവിടെ തണുപ്പൽപ്പം കുറയും. കാട്ടുമൃഗങ്ങൾ എളുപ്പം നമ്മെ കണ്ടെത്തുകയുമില്ല. പീറ്റർ പാർക്കർ പറഞ്ഞു. മങ്ങിയ നിലാവിൽ ഒരു സാങ്കല്പിക ലോകം പോലെ കാണപ്പെട്ട താഴ്വരയിലൂടെ അവർ മുമ്പോട്ട് നടന്നു. വഴി തിരിച്ചറിയാൻ ഒരു ടെലിഫോൺ പോസ്റ്റോ മയിൽക്കുറ്റിയോ കണ്ടിരുന്നെങ്കിലെന്ന് ഗ്രെഗ് ഹഡ്സൺ മോഹിച്ചു. പാതയ്ക്കിരുവശവും കുറ്റിച്ചെടികൾ. മഞ്ഞു വീണ് വെളുത്ത അവയുടെ ചില്ലകൾ നേർത്ത അസ്ഥികൾ പോലെ തോന്നിച്ചു. പെട്ടെന്ന് ഗ്രെഗ് ഹഡ്സൺ കാതോർത്തു. നിൽക്കൂ, ഒരു സ്ത്രീയുടെ തേങ്ങൽ കേട്ടതുപോലെ തോന്നുന്നു, ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു. അപ്പോൾ പാർക്കർ പറഞ്ഞു, തോന്നലാവും. ചില രാപ്പക്ഷികളുടെ ശബ്ദത്തിന് മനുഷ്യ ശബ്ദവുമായി സാമ്യം തോന്നും. അവർ മുമ്പോട്ട് ഒരു ചുവട് വെച്ചു. അപ്പോൾ ഒരു ചെറിയ കാറ്റ് വീശി. കാറ്റിൽ മനസ്സ് മയക്കുന്ന ഒരു സുഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. ഒപ്പം ഒരിക്കൽ കൂടി ആ തേങ്ങൽ ശബ്ദം മുഴങ്ങി. ഇത്തവണ രണ്ടുപേരും അത് വ്യക്തമായി കേട്ടു. അടുത്തെവിടെയോ ഒരു സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നു, പീറ്റർ പാർക്കർ പറഞ്ഞു. ഈ വിജനതയിൽ സുഗന്ധം പൂശിയ ഒരു സ്ത്രീ, അതും പാതിരാവിൽ. അപ്പോൾ അവൾ ഒറ്റയ്ക്കായിരിക്കില്ല, ഗ്രെഗ് സംശയിച്ചു. അപ്പോൾ പീറ്റർ പാർക്കർ ചോദിച്ചു, രാത്രിയിൽ സുഗന്ധം പൂശി തൂവെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഏകരായി നടക്കുന്ന സ്ത്രീകളെക്കുറിച്ച് കേട്ടിട്ടില്ലേ കഥകളിൽ? പക്ഷേ
കഥകളേക്കാൾ വിചിത്രമായ കാര്യങ്ങളാണ് ഈ താഴ്വരയിൽ സംഭവിക്കുന്നത്. അടുത്ത നിമിഷം ആ തേങ്ങൽ ഒരു നിലവിളിയായി മുഴങ്ങി. വരൂ, അതാരെന്നറിയണം. പീറ്റർ പാർക്കർ ഇരുണ്ട മരക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഓടി. ഒരു നിമിഷം എന്തു വേണമെന്നറിയാതെ അമ്പരന്ന് നിന്ന ശേഷം ഗ്രെഗ് സുഹൃത്തിനെ പിന്തുടർന്നു.